ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്ക് ഈ പ്രായത്തിൽ പ്രസൻ്റ്ലി എനിക്ക് ഉണ്ടായിട്ടുള്ള ചില തിരിച്ചറിവുകളൊക്കെ ഒരു 5 വർഷം മുന്നേ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് മാറ്റായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ അബദ്ധങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടേനെ, എന്തെല്ലാം മിസ്റ്റേക്സ് എനിക്ക് അതിലേക്ക് പോകാണ്ടിരിക്കാമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. നിങ്ങളും അതുപോലെ ചിന്തിക്കാറുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈവൻ യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വീഡിയോസ് തന്നെ കാണാം. തിങ്സ് ഐ വിഷ് ഐ ന്യൂ 20 ഇയേഴ്സ് ബിഫോർ, അല്ലെങ്കിൽ 10 ഇയേഴ്സ് ബിഫോർ, അല്ലെങ്കിൽ വെൻ ഐ വാസ് 20 എന്നൊക്കെ പറഞ്ഞ് ഉള്ള സംഭവങ്ങൾ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇങ്ങനെ ഇത് ആലോചിച്ചിരുന്നപ്പോഴത്തേക്കും ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടു. ലൈക്ക് നിങ്ങളുടെ യങ്ങർ സെൽഫിന് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും എന്ന് ഉള്ളത്. അതായത് 5 വർഷം മുന്നേ, 10 വർഷം മുന്നേ, ചെറുപ്പത്തിൽ. ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രായത്തിലിരിക്കുമ്പോൾ ആലോചിക്കാറുണ്ട്, സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ അന്നേ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന്. എന്തായാലും ഈ രീതിയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വളരെ രസകരമായിട്ടുള്ള കുറച്ച് ഉത്തരങ്ങൾ നമ്മുടെ ഫോളോവേഴ്സിൻ്റെ അടുത്തുനിന്ന് കിട്ടി. അത് എന്താണെന്ന് ഞാൻ ഷെയർ ചെയ്യാം. അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുന്നേ മൈ ഡിയർ ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ ആണ് കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് നമ്മളെ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഒരാളാണ് താങ്കളെങ്കിൽ താങ്ക് യു സോ മച്ച്. ഇന്നും എത്തിയതിന് ആൻഡ് പുതിയതായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഡെയിലി ഓരോ എപ്പിസോഡായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എന്തായാലും നമ്മൾക്ക് ഇന്നത്തെ മെയിൻ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ മനസ്സൊന്ന് തണുപ്പിച്ച് സന്തോഷമായിട്ട് അങ്ങോട്ട് പോവാം ഇന്നത്തെ പാട്ട് കേട്ടുകൊണ്ട്. ദൂരദേശത്തിൽ തുഴൈந்தாயோ കൺമണി, ഉனை தேடி കണ്ടതും എൻ കണ്ണെല്ലാം മിന്മിനി, പിന്നോക്കി കാലം പോകും എന്നിൽ ഉൻ മன்னிப்பை കോരുവേ, കണ്ണോക്കി നേരായി പാർക്കും കണം പിഴയെല്ലാമേ കലവേ, മുതൽ നീ മുടിവും നീ, മൂன்று കാലം നീ, കടൽ നീ കരയും നീ, കാറ്റ് கூட നീ, മനതോരം ഒരു കായം മുനയെന്നാத നാനില്ലേ, നാനാക നാനും ഇല്ലേ, വഴിയെങ്കും പല ബിംബം അതിൽ ഞാൻ സായത്തോഴില്ലേ, ഉൻ പോല യാരും ഇല്ലേ, തീരാനദി നീതാനടി, നീന്താമൽ ഞാൻ മൂழ்கிപ്പോனே, നീതാനടി വാനിൽ മതി, നീയില്ല ഞാൻ താനെ തേന്തേ. യെസ്, മുതൽ നീ മുടിവും നീ എന്ന് പറഞ്ഞ സിനിമയിലെ തന്നെ ഒരു അടിപൊളി പാട്ടാണിത്. ദർബൂക്ക ശിവ ആണ് ഇതിൻ്റെ കമ്പോസർ. അദ്ദേഹവും സിദ് ശ്രീറാമും ചേർന്നിട്ടാണ് ഇത് അടിപൊളിയായിട്ട് പാടിയിരിക്കുന്നത്. താമരൈ ആണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ഇത് എസ്പെഷ്യലി യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് കേൾക്കുന്ന 2 പാട്ടുകൾ ഒരെണ്ണമാണിത്. മറ്റേത് നമ്മുടെ ഇതിൽ 96 മറ്റേ പാട്ട്, താനായി താനായി വഴിരേ, ലൈഫ് ഓഫ് റാം. യെസ്, ആ പാട്ട്. അതും ഈ പാട്ടും യാത്ര ചെയ്യുന്ന സമയത്ത് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു ഫീല് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ പോഡ്കാസ്റ്റിലെ യാത്ര തുടരാം. നമ്മൾ ഇന്ന് പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, എന്താണ് യങ്ങർ സെൽഫിന് താങ്കൾ കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജസ് നമുക്ക് ഇനി നോക്കാം കേട്ടോ. ഇത് നമുക്ക് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിലാണ് ഞാനിത് ചോദിച്ചിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് എനിക്കതിൽ കിട്ടിയത്. നെവർ ഡിപ്പെൻഡ് ഓൺ സംവൺ ഓർ സംതിങ് ഫോർ ഹാപ്പിനെസ്, ഇറ്റ് ഈസ് സെൽഫ് മെയ്ഡ്. ഇത് ഞാൻ വളരെ വൈകി എൻ്റെ ലൈഫിൽ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾ ടീനേജിലൊക്കെ നമുക്ക്
ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും, ചിലപ്പോൾ റിലേഷൻഷിപ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ വേറൊരാളുടെ അടുത്താണ് നമ്മളെ സന്തോഷിപ്പിക്കാനും സങ്കടപ്പെടുത്താനുള്ള ലൈസൻസ് ഇരിക്കുന്നതെങ്കിലുണ്ടല്ലോ, നമ്മൾ ലൈഫിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. കാര്യം വേറൊരാളുടെ ആക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളുടെ ഇമോഷൻസ് ഇരിക്കുന്നതെങ്കിൽ ഉണ്ടല്ലോ, ഏത് നേരം വിഷമിക്കാൻ മാത്രമേ സമയമുണ്ടാവുള്ളൂ. ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ആൾക്കാരെ എപ്പോഴും അവരുടെ വഴിക്ക് വിടുക. അവർ ഒരിക്കലും നമ്മളെ അല്ലാതെ മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ ഒരു രീതിയിലും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ സന്തോഷം, നമ്മൾ മാത്രമാണ് നമ്മുടെ സന്തോഷത്തിന് റെസ്പോൺസിബിൾ ആയിരിക്കേണ്ടത്. നമ്മുടെ സന്തോഷം എപ്പോഴും സെൽഫ് മെയ്ഡ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവും. ഇത് ഞാനും കുറേ നാൾ മുന്നേ തിരിച്ചറിഞ്ഞെങ്കിൽ എന്ന് വിചാരിച്ച കാര്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ, ഒരാളോട് നമ്മൾ മിണ്ടിയില്ലെങ്കിൽ നമുക്ക് സങ്കടമാവുമെങ്കിൽ നമ്മളെ സങ്കടപ്പെടുത്താനുള്ള ലൈസൻസ് അങ്ങനെ കയ്യിലുണ്ടെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അയാൾ മിണ്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇത് വളരെ ചെറിയൊരു എക്സാമ്പിളാണ്, ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്തായാലും അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മറ്റൊരാൾ എഴുതിയിരിക്കുകയാണ്, ഡോണ്ട് ജഡ്ജ് ആൻഡ് ട്രസ്റ്റ് പീപ്പിൾ ഈസിലി. ശരിയാ, ഞാനും ഇത്രയൊക്കെ ഒരു അറിവ് വെക്കുന്നതിന് മുന്നേ ആൾക്കാരെ ചിലരെ കാണുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് ജഡ്ജ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് ഭയങ്കരമായിട്ട് മാറി. അതുപോലെ പെട്ടെന്ന് ട്രസ്റ്റും ചെയ്യുമായിരുന്നു കേട്ടോ. ഞാൻ മുന്നേ ഒക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ അതും നിർത്തിയിട്ടുണ്ട്. ഒരു പരിധിക്കപ്പുറത്തേക്ക് ആരെയും പെട്ടെന്നൊന്നും ട്രസ്റ്റ് ചെയ്യാറ് ഇല്ല. അല്ലെങ്കിൽ അതുപോലെ നല്ല സമയമെടുത്ത് മനസ്സിലാക്കിയിട്ടൊക്കെ ചെയ്യാറുള്ളൂ. എന്തായാലും അത് നല്ലൊരു സംഭവം തന്നെയാണ്. അടുത്തത്, ബി കൺസിസ്റ്റൻറ്റ് ഇൻ വാട്ട് എവർ യു ഡു. ഇത് എന്നെ ഉദ്ദേശിച്ച് തന്നെ അയച്ചതാണോ എന്ന് എനിക്കൊരു സംശയം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പോഡ്കാസ്റ്റിൻ്റെ കാര്യം ഒഴിച്ച് നിർത്തിയാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഞാൻ ഡെയിലി വ്ളോഗ്സൊക്കെ ചെയ്തിരുന്നു. ഒരു മാസത്തോളമൊക്കെ മുടങ്ങാതെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് ബ്രേക്കായിപ്പോയി. അപ്പോൾ അത് എനിക്കുള്ളൊരു ഉപദേശമായിട്ടാണ് അയച്ചതെന്ന് തോന്നുന്നു. ബി കൺസിസ്റ്റൻ്റ് ഇൻ വാട്ട് എവർ യു ഡു. ഇത് ഈ പറഞ്ഞ പോലെ കുറേ നാൾ മുന്നേ ഞാനിപ്പോൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന പോലെ പല കാര്യങ്ങളും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന താങ്കൾക്കും ഇതൊക്കെ ഹെൽപ്പ് ആവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ കേൾക്കുന്ന ഏതെങ്കിലുമൊക്കെ കാര്യം, എസ്പെഷ്യലി ഇത് കേൾക്കുന്ന താങ്കൾ വളരെ യങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തിരിച്ചറിയൂ, ഇതൊക്കെ ചെയ്താൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ലൈഫിൽ വരുത്താൻ പറ്റും കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഷുഡ് ഹാവ് തോട്ട് ട്വൈസ് ബിഫോർ ചൂസിങ് കോഴ്സ് ആൻഡ് കോളേജ്. എൻ്റെ പൊന്നോ, ഈ സ്കൂള് കഴിഞ്ഞ് കോളേജിൽ കയറിയിട്ടുള്ള ഒട്ടുമിക്കവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതിപ്പോൾ എൻ്റെ ബാച്ചിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കോളേജിൽ കയറിയ സമയത്ത് 2-3 പേരെങ്കിലും എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഈ കോളേജ് വേണ്ടായിരുന്നു, കോഴ്സും വേണ്ടായിരുന്നു. ഇത് ഒരു കോളേജിൻ്റെ പ്രശ്നമോ കോഴ്സിൻ്റെ പ്രശ്നമല്ല. അവർക്ക് അത് ഒത്തുപോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച പോലത്തെ കോളേജോ അവരുദ്ദേശിച്ച പോലത്തെ കോഴ്സോ അല്ലെങ്കിൽ കോഴ്സിൽ പെട്ടുപോയ ചില സബ്ജക്ട്സ്. ഇപ്പോൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ BBM ആണ് എടുത്തത് കോളേജിൽ. BBMൽ മാത്സ് പഠിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ ഒരു പീരീഡ് ആയപ്പോൾ ഒരു ടീച്ചർ വന്നിട്ട് ബോർഡിൻ്റെ ഏറ്റവും മുകളിൽ ഹെഡിങ് മാത്തമാറ്റിക്സ് എന്ന് എഴുതിയപ്പോഴത്തേക്ക് ഞാൻ തകർന്നു പോയി. അപ്പം ഞാൻ വേണ്ട രീതിയിൽ അതിനെപ്പറ്റി പഠിച്ചില്ലായിരുന്നു. പിന്നെ എനിക്ക് അടുത്ത 3 വർഷം അത് പഠിച്ചത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എൻ്റെ മുമ്പിൽ ഉണ്ടായുള്ളൂ. പക്ഷേ മാത്സ് എനിക്കൊന്ന് ഫസ്റ്റ് ഇയറിൽ മാത്രമേ ഉണ്ടായുള്ളൂ. എന്നാൽ കൂടി ഞാനത് പ്രതീക്ഷിച്ചതല്ല. അത് ശരിയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ സ്കൂൾ കഴിഞ്ഞ് നിൽക്കുന്നവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ ശരിക്കൊന്ന് ആലോചിച്ച് അന്വേഷിച്ചിട്ടൊക്കെ കോളേജിലും കയറുക, കോഴ്സൊക്കെ തീരുമാനിക്കുക കേട്ടോ. എന്തായാലും അടുത്ത മെസ്സേജ് ഇതാണ്, ഈ കഷ്ടപ്പാടിനെല്ലാം ബെനിഫിറ്റ് ഫ്യൂച്ചറിലുണ്ട്, സോ കീപ്പ് വർക്കിംഗ്. അതാണ് അദ്ദേഹത്തിൻ്റെ യങ്ങർ സെൽഫിനെ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആരെ പേര് വായിക്കുന്നില്ല കേട്ടോ, വെറുതെ അവരുടെ പ്രൈവസി ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ പേര് വായിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല. അതായത് ഇപ്പോൾ ജിമ്മിൽ പോകണമെന്ന് വിചാരിക്കും. ആദ്യത്തെ ദിവസം പോകുമ്പോൾ നമ്മൾ കണ്ണാടി നോക്കും, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ ദിവസം ഉണ്ടാവില്ല. ഒരു 5-10 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം ഉണ്ടാവില്ല. വ്യത്യാസം ഉണ്ടാവില്ല എന്നല്ല, വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കാഴ്ചയിൽ. പക്ഷേ ഒരു പോയിൻ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ചേഞ്ചസ് വന്നു തുടങ്ങും. അത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല, പക്ഷേ അത് വരും. കൺസിസ്റ്റൻ്റായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി എന്നും നമുക്ക് റിവാർഡ് ചെയ്തിട്ടുള്ള ചരിത്രമേ ഉള്ളൂ ഇതുവരെ. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന എന്തായാലും അതിൻ്റെ റിവാർഡ് കിട്ടും. അത് പക്ഷേ ഓരോ ദിവസം നോക്കിയിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിർത്തരുത്. സോ കഷ്ടപ്പാടിനെല്ലാം ബെനിഫിറ്റ് ഫ്യൂച്ചറിലുണ്ട്. യെസ്. അടുത്ത മെസ്സേജ് സംതിങ് സിമിലർ ആണ്. ഞാൻ എല്ലാവരും മെസ്സേജ് വായിക്കുന്നുണ്ട്. ഞാൻ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഡോണ്ട് ട്രസ്റ്റ് എനി വൺ ബ്ലൈൻഡ്ലി. ഓഫ് കോഴ്സ് അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് അടുത്ത മെസ്സേജ്, സ്റ്റെപ്പ് ഔട്ട് ഫ്രം കംഫർട്ട് സോൺ.
ഗ്രോത്ത് യു നീഡ് ഈസ് ബിയോണ്ട് ഇറ്റ്. ടേക്ക് റിസ്ക് ആൻഡ് ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ഫെയിലിയർ. യെസ്, കംഫർട്ട് സോൺ എന്ന് പറയുന്നത് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പം ഞാൻ അതിൽ നിന്ന് ഇറങ്ങാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം നിങ്ങളെപ്പോഴും ഞാനിപ്പോൾ ഈ പോഡ്കാസ്റ്റ് വന്നിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിട്ട് എല്ലാ ദിവസവും ചെയ്യുകയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. കാര്യം ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. ഡെയിലി എനിക്ക് നല്ല പോഡ്കാസ്റ്റിലുള്ള ടോപ്പിക്സ് കിട്ടണം, അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റണം, ഇത് റെക്കോർഡ് ചെയ്യാനുള്ള ടൈം കണ്ടെത്തണം, എഡിറ്റ് ചെയ്യാനുള്ള ടൈം കണ്ടെത്തണം. അപ്പോൾ ഒട്ടും സിമ്പിളല്ല, ഞാൻ കംഫർട്ടബിളും അല്ല ഇങ്ങനെ ചെയ്തു പോകുന്നതിൽ. പക്ഷേ എനിക്ക് ആ ഡിസ്കംഫർട്ട് വേണം. അതായത് എപ്പോഴും എനിക്ക് ആ ഒരു ടെൻഷനും അല്ലെങ്കിൽ ഇത് ചെയ്യണമല്ലോ, തീർക്കണമല്ലോ, മുടങ്ങാതെ എപ്പിസോഡ് പോകണമല്ലോ എന്നുള്ള ഒരു സാധനം എന്നെ ഇങ്ങനെ ഡിസ്കംഫർട്ട് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും. എന്നാലേ ഞാനത് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കംഫർട്ടബിളായിട്ടൊരു സ്ഥലത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് മുകളിലേക്ക് പോകാനായിട്ട് നമുക്ക് പറ്റില്ല, കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇതും ഞാൻ കുറേ നാൾ മുന്നേ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ഫിയർ ഓഫ് ഫെയിലിയറും ഇപ്പം എനിക്കതില്ല. ഇപ്പം എനിക്ക് ഫിയർ ഓഫ് ഫെയിലിയർ അത്രയില്ല, പക്ഷേ മുന്നേ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. എന്തായാലും അടുത്ത മെസ്സേജിലേക്ക് പോകാം. നെവർ പ്രേ ഫോർ യുവർ സ്കൂൾ ഡേയ്സ് ടു എൻഡ് ടു സൂൺ. ഏർണിംഗ് ഈസ് കൂൾ ബട്ട് ഗ്രോയിങ് അപ്പ് ഈസ് എ മെസ്. ഇത് വളരെ സത്യമായിട്ടുള്ള കാര്യം. സ്കൂൾ ലൈഫാണ് ഏറ്റവും അടിപൊളി. നമുക്ക് വീട്ടിലെ റെൻറ്റോ കറണ്ട് കാശോ വാട്ടർ ബില്ലോ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്കൂളിൽ നിന്ന് വരിക, പുറത്ത് പിള്ളേരായിട്ട് കളിക്കാൻ പോവുക, തിരിച്ചു വരിക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, രാവിലെ എണീക്കുക, സ്കൂളിൽ പോവുക, പഠിക്കുക. ഇങ്ങനത്തെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ആ സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സമയത്തിൻ്റെ വാല്യൂ പലപ്പോഴും അറിയാറില്ല. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ടൈമിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇത് പക്ഷേ എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ അതിൻ്റെ കറക്റ്റ് ഇത് മനസ്സിലാവുള്ളൂ. എന്നാലും ഞാൻ പറയുകയാണ്. യെസ്, ലാസ്റ്റത്തെ കുറച്ച് മെസ്സേജസും കൂടി ഉള്ളൂ. ഓൾവേസ് ഹാവ് എ ഗോൾ ഇൻ ലൈഫ് ആൻഡ് കീപ് ഫൈറ്റിംഗ് ടു അച്ചീവ് ഇറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസിസ്റ്റൻസി പോലത്തെ സംഭവം തന്നെ. പിന്നെ എവറിത്തിങ് ഈസ് ടെമ്പററി, ദിസ് ടു ഷാൽ പാസ്. യെസ്, ഇതിനെപ്പറ്റിയും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈഫിൽ ഭയങ്കര ചില വിഷമങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ ഭയങ്കരമായിട്ട് തകർന്നിരിക്കും. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സമയം കടന്നു പോകുന്തോറും ആ ഒരു മൊമെൻറ്റും കടന്നു പോകും, ഈ പ്രശ്നങ്ങളെല്ലാം കടന്നു പോകും. മുന്നോട്ട് പോകുന്തോറും ഈ പ്രശ്നത്തിൻ്റെ ശക്തിയും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ലൈഫിൽ ഒത്തിരി ബുദ്ധിമുട്ടിയ സമയം, വിഷമിച്ച സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിൽക്കുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് തോന്നുമെങ്കിലും ഇന്നിപ്പോൾ കുറേ വർഷം കഴിഞ്ഞിട്ട് അതിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇറ്റ് വാസ് ഓക്കെ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതും വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. നമുക്ക് ആ ഒരു മൊമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് അനുഭവിക്കുക, അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിന്ന് അതിൽ കൂടെ കടന്നു പോകാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. നെക്സ്റ്റ് നമ്മളുടെ കൂടെ യെസ്, ആക്ച്വലി ഇന്ന് ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരാളുടെ ശബ്ദവും കൂടി ഈ പോഡ്കാസ്റ്റിൽ നിങ്ങൾ കേൾക്കുന്നതായിരിക്കും. അതാരാണെന്ന് ഞാൻ പറയാം കേട്ടോ. അതിന് മുന്നായിട്ട് ലാസ്റ്റത്തെ മെസ്സേജ് അതും കൂടി ഞാൻ വായിക്കാം. ഷുഡ് നെവർ മാരി ബിഫോർ യു നോ യുവർ സെൽഫ് ആൻഡ് സ്റ്റാർട്ട് ഏർണിങ്. ഇത് എന്താണെന്ന് വെച്ചാൽ മാരേജ്, ഇറ്റ്സ് ബെറ്റർ ടു മാരി ലേറ്റ് ദാൻ മാരി റോങ് എന്ന് കേട്ടിട്ടില്ലേ? നമുക്ക് കല്യാണം കഴിച്ചിട്ട് അത് തെറ്റായി പോയി എന്ന് അറിയുന്നതിലും നല്ലത് കുറച്ച് വൈകിയാലും കറക്റ്റ് ആളെ കണ്ടുപിടിച്ച് നിങ്ങൾക്കൊരു ജോലിയൊക്കെ ആയതിനു ശേഷം കല്യാണം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ തന്നെ ഒരു അനുഭവസ്ഥയാണ് എഴുതിയിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം ഷുഡ് നെവർ മാരി ബിഫോർ യു നോ യുവർ സെൽഫ് എന്നുള്ളതാണ്. യെസ്, നമ്മൾ ആരാണ് എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുന്നേ ഒന്നും മേ ബി യങ് ഏജിലേ പോയി കല്യാണം കഴിക്കരുതെന്നായിരിക്കാം പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. ആൻഡ് സ്റ്റാർട്ട് ഏർണിങ്. എന്തായാലും ഏർണിങ് തുടങ്ങിക്കഴിഞ്ഞിട്ടേ നിങ്ങൾ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാവുള്ളൂ. യെസ്. ആൻഡ് ലാസ്റ്റത്തെ മെസ്സേജ് അയച്ചത് ആരാണെന്ന് ഞാൻ പറയാം. ലാസ്റ്റത്തെ അല്ല, ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ലാസ്റ്റ് മെസ്സേജ് ബ്ലഷ് വിത്ത് ആഷ്, നമ്മളുടെ ബ്യൂട്ടി ഫാഷൻ ബ്ലോഗിങ് ഒക്കെ ചെയ്യുന്ന ബ്ലഷ് വിത്ത് ആഷ് എന്ന് പറഞ്ഞ ചാനലിൽ ഐശ്വര്യ ചേച്ചി അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഡോണ്ട് ട്രൈ ടു ബി എ ഗുഡ് ഗേൾ, ഇറ്റ്സ് എ കേജ്. അങ്ങനെയാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇതിങ്ങനെ അയച്ചപ്പോൾ ഞാൻ ചേച്ചിനോട് ചോദിച്ചു, ചേച്ചി എന്താ അങ്ങനെ പറയാൻ കാര്യമെന്ന്. അപ്പോൾ ചേച്ചി തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. എൻ്റെ ഒരു യങ്ങർ സെൽഫിന് വേണ്ടി ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു ഗുഡ് ഗേൾ എന്നൊരു ലേബലിന് വേണ്ടി ഫൈറ്റ് ചെയ്യാണ്ടിരിക്കുക. അതൊരു ട്രാപ്പാണ്. ഒന്ന് നമ്മൾ ആ ഒരു ട്രാപ്പിൻ്റെ അകത്ത് പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എൻജോയ് ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ മിസ് ഔട്ട് ചെയ്യും. അതായത് ഞാൻ എൻ്റെ ഒരു 30-31 വയസ്സ് വരെ ഇങ്ങനത്തെ ഒരു ഗുഡ് ഗേൾ ലേബലിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതായത് ഞാനൊരു പീപ്പിൾ പ്ലീസർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പല അഭിപ്രായങ്ങളും പറയത്തില്ലായിരുന്നു, പല ഫീലിങ്സ് ഞാൻ എക്സ്പ്രസ് ചെയ്യില്ലായിരുന്നു. എനിക്ക് സന്തോഷമുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ട്. പക്ഷെ ഒരു 30 ഇയേഴ്സിന് ശേഷമാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇതൊന്നുമല്ല. നമ്മൾ ആരൊരു ലേബലിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഹാപ്പി ആവുന്നല്ലാണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഹാപ്പി ആവില്ല എന്നുള്ളൊരു റിയലൈസേഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ ആ പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ ഇന്നർ സെൽഫിനെ ഹാപ്പി ആക്കാൻ വേണ്ടി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. ആ ഒരു
ആ ഒരു ലേബിളിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള എൻ്റെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാൻ വേണ്ടി തുടങ്ങി, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പലതും ഞാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ മേ ബി ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർ എൻജോയ് ചെയ്തില്ലെങ്കിലും ഞാൻ വളരെയധികം ഹാപ്പി ആയി തുടങ്ങി എന്നുള്ളൊരു കാര്യമാണ് ഞാൻ റിയലൈസ് ചെയ്തത്. സോ എനിക്കും അതേ പറയാനുള്ളൂ, ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്താ പറയുക, മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വായന്ന് നല്ലത് കേൾക്കാൻ വേണ്ടി മാത്രം നമ്മൾ കാര്യം ചെയ്യാതിരിക്കുക. നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഇന്നർ സെൽഫിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വേണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, എങ്കിലേ നമ്മൾ ലൈഫിൽ ഹാപ്പി ആവുള്ളൂ. യെസ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചേച്ചി അത് പറഞ്ഞിട്ടുള്ളത്. ബേസിക്കലി ഇതാണ് സംഭവം. നമുക്ക് ഇപ്പം നമ്മളെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയണം എന്ന് നമ്മൾ വാശി പിടിച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും നടന്നോളം എന്നില്ല. നമ്മളിനി എത്ര നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളെപ്പറ്റി മോശം പറയാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു മോശം കണ്ടുപിടിക്കും അന്നേരം പറയാനായിട്ട്. അപ്പോൾ നമുക്കൊരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ ഹാപ്പിനെസ് വേറെ ആൾക്കാരുടെ കയ്യിലല്ല ഇരിക്കുന്നത് എന്ന് പറയുന്ന പോലെ നമ്മളുടെ സെൽഫ് വർത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ലോകത്തെല്ലാവരും എന്നെപ്പറ്റി നല്ലത് പറഞ്ഞാലേ എനിക്ക് സന്തോഷമാവൂ എന്ന് വിചാരിച്ചിരുന്നാൽ അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആയൊരു കാര്യമല്ല. അതാണ് ചേച്ചി ഡോണ്ട് ബി എ ഗുഡ് ഗേൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുഡ് ഗേൾ ഓർ ബോയ് എന്ന് വെച്ചാൽ ഇപ്പോൾ നാളെ പോയി എല്ലാവരും ബാഡ് ബോയ്സ് ആൻഡ് ബാഡ് ഗേൾസ് ആവണം എന്നല്ല കേട്ടോ. ഈ ഒരു സംഭവമാണ്, ഒരു പീപ്പിൾ പ്ലീസർ ആവാതിരിക്കുക. നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മളെപ്പോഴും നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. എന്തായാലും അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നിന്നും നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇന്നത്തെ പോഡ്കാസ്റ്റ് കുറച്ച് നീണ്ടുപോയെന്ന് തോന്നുന്നു, എല്ലാവരുടെയും മെസ്സേജൊക്കെ വായിച്ചിട്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ ചില കമൻസൊക്കെ ഞാൻ കണ്ടു, എനിക്ക് മെസ്സേജും വന്നു, യൂട്യൂബിൽ ഇടുന്നത് വീഡിയോ പോഡ്കാസ്റ്റായിട്ട് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളത്. എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തായാലും ഞാൻ നോക്കട്ടെ, മാക്സിമം ഇനിയുള്ള എപ്പിസോഡ്സ് ഉടനെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ വീഡിയോ പോഡ്കാസ്റ്റ് ആക്കി ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും സന്തോഷം ഇന്ന് നിങ്ങളോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കാൻ പറ്റിയതിൽ. അപ്പോൾ നാളെ മറ്റൊരു കിടിലൻ പോഡ്കാസ്റ്റിൽ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ. ഇന്നത്തെ കോഡ് തരാൻ മറന്നുപോയി. കോഡ് എന്താണ് തരിക എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓക്കെ, യങ്ങർ സെൽഫ് എന്ന് വയ്ക്കാം. യങ്ങർ സെൽഫിന് കൊടുക്കുന്ന അഡ്വൈസസിനെ കുറിച്ചാണല്ലോ നമ്മളിന്ന് സംസാരിച്ചത്. അപ്പോൾ #യങ്ങർ സെൽഫ് എന്നുള്ളത് വെച്ചിട്ട് കമൻറ്റ് ചെയ്യും സുഹൃത്തുക്കളെ. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ പോഡ്കാസ്റ്റ് ലാസ്റ്റ് വരെ കേട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ ലാസ്റ്റ് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ, സൈനിങ് ഔട്ട് ഫ്രം സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്.